ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്കാണ് പോകുന്നത്. ലൈവില് ഈ ഒരു സംഭവങ്ങളെല്ലാം നടന്നല്ലോ. ഇതിനാദ്യം ആര്യന് വിശക്കുന്നു എന്ന് പറഞ്ഞപ്പോ ആര്യന്റെ ബെഡിൽ നിന്നും ആര്യനൊപ്പം തന്നെ ഇറങ്ങിപ്പോയ കിച്ചണിലേക്ക് പോയ ഒരാളാണ് ഹൗസ് ക്യാപ്റ്റൻ സാബുമാൻ. സാബുമാനോട് ചോദിച്ചിട്ടാണ് അനുമോൾ ആ ഒരു കടലമാവ് എടുത്തത്. കടലമാവാണ് ഇതിനകത്ത് ഇവർ പറയുന്ന ലക്ഷറി ബഡ്ജറ്റ് ഐറ്റം. അത് അനുമോൾ എടുത്തത് ഈ സാബുമാനോട് ചോദിച്ചിട്ടാണ്. അപ്പൊ ഇത് യൂസ് ചെയ്ത സമയത്ത് സാബുമാൻ അവിടെ ഉണ്ടായിരുന്നു. ഇത് ഉണ്ടാക്കിയത് ആ സമയത്ത് സൈലന്റ് പ്രൊട്ടസ്റ്റ് എന്ന് പറയും. എന്നുവെച്ചാ മൗനത്തിലൂടെ അങ്ങ് എടുക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നുവെച്ചാല് സ്ട്രോങ് ആയിട്ട് പറയാൻ പറ്റുന്നില്ല. എടുക്കണ്ട എന്ന് പറയാൻ പറ്റുന്നില്ല ക്യാപ്റ്റൻ ആ ഒരു പവറോ ആ ഒരു കാര്യങ്ങളോ ഒന്നും കാണിക്കുന്നതായിട്ട് കണ്ടില്ല. എടുക്കണോ അയ്യോ ആ ഒരു ശങ്കയിൽ നിൽക്കുന്ന രീതിയിലാണ് ഞാൻ ലൈവില് കണ്ടത്. ഇങ്ങനെയൊക്കെയാണ് ഒരു ക്യാപ്റ്റൻ വേണ്ടത്. ഒരു ക്യാപ്റ്റൻ ആവുമ്പോ എന്താണ് ചെയ്യേണ്ടത്? ലക്ഷറി ബഡ്ജറ്റ് സാധനമാണ്, അതവിടെ വെക്ക്. എല്ലാവർക്കും വേണ്ട സാധനമാണ്, അതവിടെ വെക്ക് എന്ന് പറയണം. ശരിക്കും ഞാൻ നോക്കിയപ്പോ മുട്ട ഇതിനകത്ത് വലിയൊരു ഇഷ്യൂ അല്ല. മുട്ടയുടെയും കൂടി പേരിൽ മുട്ട ഒരു സൈഡിലൂടെ ഇഷ്യൂ ആയി മാറുന്നുള്ളതേ ഉള്ളൂ. യഥാർത്ഥ പ്രശ്നം ഈ ഒരു കടലമാവ് എടുത്തതാണ്. കടലമാവിന്റെ ഈ ഒരു കേസ് സാബുമാന് വളരെ സ്ട്രോങ് ആയിട്ട് പറയാമായിരുന്നു. അവിടെ അത് വെക്ക്, അത് എടുക്കരുത് എന്ന് പറയാമായിരുന്നു. അത് പറയാതെ ഇവരുടെ ഒപ്പം നിന്നിട്ട് ലാസ്റ്റ് മിനിറ്റിൽ അങ്ങ് സ്കൂട്ടാവുകയായിരുന്നു. ഇത് സീനാവുന്നെന്ന് അറിഞ്ഞപ്പം ജസ്റ്റ് സ്കൂട്ടാവുന്ന കാഴ്ചയാണ് കണ്ടത്. അപ്പൊ അത് ഒട്ടും തന്നെ നമുക്ക് ന്യായീകരിക്കാനായിട്ട് പറ്റത്തില്ല. ഒരു ക്യാപ്റ്റന്റെ ഒരു പവർ, ഒരു അധികാരം കാണിക്കുന്നതായിട്ട് കണ്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു മരപ്പാട് ക്യാപ്റ്റനാണ് ഈ ആഴ്ചത്തെ എന്ന് നിസ്സംശയം പറഞ്ഞേ പറ്റത്തുള്ളൂ. അതിപ്പോ ഞാൻ ക്യാപ്റ്റൻ എന്നുള്ള പൊസിഷനെയാണ് പറയുന്നത് കേട്ടോ, അല്ലാതെ സാബുമാൻ എന്ന് പറയുന്നൊരു കണ്ടസ്റ്റന്റിനെ അല്ല പറയുന്നത്. സാബുമാന്റെ ഗെയിമും കാര്യങ്ങളെ പറ്റി ഒന്നും ഞാൻ പറയുന്നില്ല, അതായിരിക്കും നല്ലത്. കാരണം അതൊക്കെ നിങ്ങൾക്ക് അറിയാം. ഞാൻ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. ക്യാപ്റ്റൻ എന്നുള്ള നിലയ്ക്ക് തന്നെ ഇത്രയും തോൽവിയാണ്, ഇത്രയും പരാജയമാണ്. അപ്പോൾ ഈ ഒരു ഗെയിമില് സാബുമാൻ എന്താണ് കാണിക്കുന്നതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊന്നും പറയാനില്ല. അത്രയും വലിയ ദുരന്തമാണ്. അപ്പൊ ഇതൊക്കെയാണ് പറയാനുള്ളത്. ഈ രാത്രിയിലത്തെ ഒരു പ്രശ്നം കാരണം ബിഗ് ബോസ് എല്ലാവരെയും ലിവിംഗ് റൂമിൽ വിളിച്ചിരുത്തിയിരിക്കുകയാണ്. ഈ ഒരു കൂട്ടത്തല്ല് നിയന്ത്രിക്കാനായിട്ടാണ് വിളിച്ചിരുത്തിയിരിക്കുന്നത്. കൂട്ടപ്പൊരിച്ചിലായിരുന്നു ലൈവിനകത്ത്. ഷാനവാസും പിന്നെ എല്ലാവരും അനുമോളെ ഒറ്റപ്പെടുത്തുന്നുണ്ട്. ഉറക്കത്തിൽ നിന്നൊക്കെ എണീറ്റ് അനീഷ് അവിടെ പോയി ഇരിക്കുന്നുണ്ട്. പാവം അനീഷ് നല്ല ഉറക്കമായിരുന്നു. അപ്പൊ ബ്ലാങ്കറ്റ് ഒക്കെ പൊതിച്ച് അവിടെ പോയി ഇരിക്കുന്നുണ്ട് ബിഗ് ബോസ് വിളിച്ചത് കൊണ്ട്. അപ്പൊ ബിഗ് ബോസ് വളരെ ദേഷ്യത്തിൽ പറയുകയാണ്, നിങ്ങളെ 10 മിനിറ്റ് നേരത്തേക്ക് ശാന്തരായി ഇരിക്കൂ എന്നൊക്കെ ഉള്ള രീതിയിൽ പറയുന്നുണ്ട്. മുമ്പ് ഒരിക്കലും ഇതേപോലെ കൂട്ടത്തെല്ലാം നടന്നപ്പോഴും ബിഗ് ബോസ് ഇതേപോലെ വിളിച്ചിരുത്തിയതാണ്. എല്ലാ സീസണിലും ഇങ്ങനെ പാതിരാത്രിയൊക്കെ ഇങ്ങനെ വഴക്ക് നടക്കുമ്പോൾ ബിഗ് ബോസ് വിളിച്ചിരുത്താറുള്ളതാണ്. അതൊരു പ്രിക്കോഷൻ എടുക്കുന്നതാണ്. എന്തായാലും രാത്രി ആണെന്ന് പറയാൻ പറ്റത്തില്ല. എന്തെങ്കിലും കത്തിയോ എല്ലാം എടുത്ത് വെച്ച് കുത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് ഓർത്തോണ്ടായിരിക്കാം മേ ബി. നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ഓൾവേസ് തിങ്ക് ഫോർ ദ വേസ്റ്റ് എന്നാണല്ലോ. നമ്മൾ ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള അവസ്ഥ വരുന്നത് മുന്നിൽ കണ്ടിട്ട് വേണം ഒരു പ്രിക്കോഷൻ എടുക്കാനായിട്ട്, ഒരു മുൻകരുതൽ എടുക്കാനായിട്ട്. ഇപ്പൊ ബിഗ് ബോസ് എല്ലാവരോടും ശാന്തരായിട്ട് പിരിഞ്ഞു പോകാൻ പറഞ്ഞ ആ ഒരു സമയത്ത് അനുമോള് കിച്ചൺ ക്യാപ്റ്റന് റെസിഗ്നേഷൻ ലെറ്റർ കൈമാറുന്നുണ്ട് കേട്ടോ. ഞാൻ ഇനി കിച്ചണിലേക്ക് ഇല്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ നെവിൻ അപ്പുറത്ത് നിന്നുകൊണ്ട് ഞാൻ കുക്ക് ചെയ്തോളാം ക്യാപ്റ്റൻ, എനിക്ക് കുക്കിംഗ് അറിയാം, ഐ നോ കുക്കിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് നെവിൻ മാസ് അടിക്കുന്നുണ്ട്. ഞാൻ കയറിക്കോളാം എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. ഇതിൽ എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയോ, അനുമോളുടെ ഭാഗത്ത് തെറ്റില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. തെറ്റുണ്ട്, അവർ കടലമാവ് എടുത്തതാണ് തെറ്റ്. ഇതിൽ നെവിൻ ഒരു ഓവർ കോൺഫിഡൻസ് കാണിച്ച് 2-3 ദിവസമായിട്ട് കളിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഭയങ്കര ഓവർ കോൺഫിഡൻസ് ആണ്. ഈ ഓവർ കോൺഫിഡൻസ് എത്തി നിൽക്കാൻ പോകുന്ന ഒരു ഭയങ്കര വലിയൊരു ദുഃഖത്തിലായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം പ്രേക്ഷക വിധി നെവിന് എതിരായിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം കൂടുന്തോറും. അപ്പം ഒരുവിധം എതിരായിക്കൊണ്ടിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളിടുന്ന പോളിലും കാര്യങ്ങളും ഒക്കെ, പൊതുവെ സോഷ്യൽ മീഡിയയിലുള്ള പോളിലും കാര്യങ്ങളും ഒക്കെ. അപ്പൊ ഈ ഒരു ഓവർ കോൺഫിഡൻസ് ഇത് കുറച്ച് വെച്ചിട്ട് വേണം ഗെയിം കളിക്കാനായിട്ട്. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം.